മോർണിംഗ് ബിഗ് ബോസ്. അർജുൻ ബോസ് പറയൂ. പവർ റൂമിൽ ഇത് 2ാം തവണയാണ്. അതെ, ആദ്യം ക്യാപ്റ്റനായിട്ട്, ഇപ്പോൾ പവർ റൂമിലെ അംഗമായിട്ട്. എന്തൊക്കെയാണ് അർജുൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ? എന്നിൽ നിന്നും പറ്റുന്ന രീതിയിൽ ഞാൻ പവർ ടീമിൽ നിന്നും കുറേ പേര് ഇപ്പം ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. സോ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി. ഇപ്പം സേഫ് ഗെയിം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുമ്പോട്ട് വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അവർക്കൊരു പ്ലാറ്റ്ഫോം, എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് പിന്നെ റൂൾസ് പാലിക്കുക എന്നുള്ളത്. ഇപ്പം ഓർക്കുകയാണെങ്കിലും മൈക്ക് ധരിക്കുകയാണെങ്കിലും അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ശിക്ഷ, നമ്മളിപ്പോൾ തെറ്റ് ചെയ്ത ശിക്ഷകൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലും ഫൺ എലമെൻ്റ് ആയിട്ടും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലേക്കും വെക്കും. ഈവൻ നമ്മുടെ എലിമിനേഷൻ കാര്യങ്ങൾ വരും, ജയിൽ നോമിനേഷൻ വരുവാണെങ്കിലും അതെല്ലാം ഒരു ഫേവറിസം ഇല്ലാതെ എല്ലാം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മളെല്ലാം ചെയ്യാൻ നോക്കും. പിള്ളേരെയാണല്ലേ പറഞ്ഞേക്ക്. ഞാൻ അപ്സരയോട് ചിക്കൻ കറി ഉണ്ടാക്കി, നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞോ? നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചിക്കൻ കറി വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് പവറുള്ള സൗകര്യങ്ങളുണ്ട്. ആരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യില്ലെങ്കിൽ ഇറങ്ങി പോകും. ഹലോ ഹലോ ചിലർക്ക് നോ പറയാൻ പാടായിരിക്കും. ആ ഒരു നോ പറഞ്ഞാൽ തീരാന്ന് കേസ് കൊടുക്കും. നിങ്ങള് ഉത്തരവാദിത്തമുള്ള പവർ ടീമാണ്. മെന്റാലിറ്റി മാറുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നി. പവർ ടീം അംഗമായ അർജുനും നിലവിലെ പവർ ടീം അംഗങ്ങളും ബാക്കിയുള്ളവരും ചേർന്ന് എനിക്ക് എന്റെ ആദ്യത്തെ പവർ ഉപയോഗിച്ച് ഞാൻ പറയുന്നു, എനിക്ക് ആദ്യമേ അപ്സര ഒരു ഡാൻസ് കണ്ടോണൊക്കെയാണ്. എനിക്ക് അപ്സര ഡാൻസ് ആണ്. അപ്സര അപ്സര ഇങ്ങനെ കൊണ്ടുപോകണം. എല്ലാരും എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കൂ. അപ്പൊ ശരി. അർജുൻ ആഘോഷിക്കേണ്ടതാണ്. എല്ലാവരും ആടണം പാടണം. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. നിന്റെ ആട്ടം. അതിന് പകരമായിട്ട് പുള്ളിയുടെ ചിക്കൻ നമ്മളെല്ലാവരും കഴിക്കും. അങ്ങനെ നമ്മൾ ഫുള്ളല്ല, നമ്മൾ അങ്ങനല്ല ഒരു
ഇതിനാണ് ഇങ്ങനെ കളയുന്നത്. അത്രയും പച്ച ഞാൻ കഴിക്കും. തരും വേണ്ട, ഞാൻ കുഴച്ചത് കഴി സാറില്ല. വേണ്ട. ഈ വാച്ചില്ല വേറെ ജാഫർ मैं അത്രക്കാരെ नहीं हूँ അർജുന്റെ മൈൻഡ് വൈസ് അവളെടുത്ത കയ്യിൽ ചെയ്യാൻ അവരോസം പേര് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒറിജിനല്ല നല്ല വെപ്പ നിങ്ങൾക്ക് 10ൽ 9 മാർക്ക് തരുന്നതാണ്. വീക്കെൻഡിൽ നിന്റെ പെർഫോമൻസ് എനിക്ക് ബാക്കിയുള്ള നിനക്ക് ഇഷ്ടമുള്ള സാധനം ഗിഫ്റ്റാണ് തരുന്നത്. ഉറക്കം തൂങ്ങാത്തോണ്ട് അങ്ങനെ പലതും തോന്നും. ഒക്കെ എല്ലാവരും പിരിഞ്ഞു പോകും. ഉണ്ടെങ്കിൽ നമുക്ക് തരുവാ. ഇതിന്റെ ആദ്യത്തെ അവസാനം പായസം പൊട്ടിച്ചായിരിക്കും. ഇങ്ങനെ ഉറക്കം തൂങ്ങണ അണ്ണനെവിടെ? ലഡു ഒക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് അർജുനി വാ, വെൽക്കം. അർജുൻ പന്ത് തിരഞ്ഞെടുക്കണമെങ്കിൽ ആദ്യം കണ്ണ് കാണണം. ചക്കവറുത്ത് ചക്കവറുത്ത് കറക്കരുത്. എനിക്ക് ഒന്നാമത് കാണത്തില്ല. അയ്യോ ചായ കുടിക്കാൻ പാടില്ല. കാണിച്ചേരാ കാണിക്ക്. എനിക്ക് എന്നാലും കാണണ്ടേ? ഇപ്പൊ എന്താ കുടിക്കണ വേണ്ടേ അർജുൻ? പിടിച്ച മോളെ എന്താ ആൻസറിന് ഈ ആലോചിക്കാനേ ശ്രീതുമായിട്ട് അടി ഉണ്ടാക്കുന്നു. വെയിറ്റ് കൊതിയാവുന്നു. കണ്ടപ്പോഴും തരട്ടെ? വേണ്ട, കഴിക്കേ നന്നാവട്ടെ. என்னெல்லாம் நீங்க பிளான் பண்ணிருக்கேன்னு நான் யோசிக்கிறேன். നീ ഇങ്ങനെ വിചാരിക്കും. എന്നെ പന്നാലും പ്ലാൻ പണ്ടണം. അത് ആ പ്ലാൻ മുടിക്കാൻ നടത്തി വെച്ചിട്ടുണ്ട്. யாருக்கு என்ன பண்ணணும் பிளான் பண்ணிக்கோங்க. യാർക്ക് എന്നെ ആപ്പ് വെക്കണമെന്ന് പ്ലാൻ பண்ணிട്ടുണ്ട്. എനിക്ക് പവർ പാഡ് ചെയ്യുമ്പോൾ എനിക്ക് ആരൊക്കെ വേണം കുത്തിക്കാലല്ലേ? നെഞ്ചത്ത് കയറിയാ നോക്കിയാ പിന്നെ ഞങ്ങള് വേഗം അണിച്ചല്ലേ അർജുൻ? എന്നാ പാട്ട് വേണോ? അർജുനെ പറയട്ടെ. ഞാൻ വന്നിട്ട് വെയിറ്റ് ഇരുന്നാ തൂക്കം വെയിറ്റ് ഇല്ല കമ്മിയായോ ഇല്ല ഇല്ല അറിയില്ല. അർജുന്റെ എവിടെ? അർജുനില്ല, അർജുൻ ഇൻവിസിബിൾ. അർജുൻ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എന്താ മാസ്റ്റർ? അത് തഴമ്പ്. അർജുൻ ശ്രീധുവിന്റെ കണ്ണുകൊടുക്ക. ശ്രീധു നോക്കിക്കോ. എനിക്ക് പറയാനുള്ള ഈ വീക്കിൽ നിങ്ങൾ രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്യുക. ജയിലിൽ കിടക്കാൻ രണ്ടുപേരും എനിക്ക് കാണാൻ പറ്റില്ല. പറയും എനിക്ക് കാണാൻ പറ്റില്ല. തേഴ്സ്ഡേ ആണ്. അപ്പൊ ഈ ആഴ്ചയിൽ നിങ്ങളുടെ പെർഫോമൻസ് അത്ര നന്നായിട്ട് ഒന്നുമില്ല.
അൻസിബ അൻസിബ നാം നടന്ന കാലം അതിശയജാലം ഞാൻ വന്നതാണ്. അയ്യോ നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഈ തണ്ടിക്കാറ് എന്നിട്ടാണ് എന്റെ അടുത്ത് വരുന്നത് താഴ്പ്പുറത്തിരുന്നു. എന്നാ ഞാൻ പോരാ. റൂമിലൊന്നും കയറിയില്ലേ അതങ്ങനെ പ്ലസ് അതെങ്ങനെ മനസ്സിലായി? അത് ഞാൻ കളിക്കാനുള്ള ഗ്രൗണ്ട് കൊടുക്കും എന്റെ കൂടെയുള്ളവർക്ക്. നിക്കട്ടെ ജിൻഡോ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. നിക്കട്ടെ. ഞാൻ കളിക്കാനുള്ള ഗ്രൗണ്ട് കൊടുക്കും അങ്ങനത്തെ ആളാണ്. അവന് എനിക്ക് അങ്ങനെ കൂടെ നിൽക്കണവരെ ചതിക്കുക അതി വന്ദിക്കുക അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പിനടി ഞാൻ അല്ല അതല്ല അർജുൻ അതിനകത്ത് പവർ ടീമിൽ മനസ്സിലായി കുണൂരൊരു അപ്പ അടിയാ. ഇല്ലത് പതിവില്ലേ എന്റെ ആദ്യത്തെ മുടിഞ്ഞു മുടിയായിരുന്നേ മതി. കുറവാ മരം കുറവാ. യോ ബോയ്സ് വോളി നമ്മളെ ഒരു മിനിറ്റ് 5 മിനിറ്റ് യോ ബോയ്സ് നെക്സ്റ്റ് പേഷ്യൻസ്. നല്ല സ്ട്രെച്ച് അവിടെ നോക്കൂ മാസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ ഫോളോ ചെയ്യണം. ക്യാപ്റ്റൻ പവറും അതല്ലാത്ത കണ്ടത്തിനകത്ത് ഫ്രണ്ടിനെ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം. നോക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞാൻ മാറ്റി വെച്ചു ഇത്രയും പനി മതിയടാ മ്യൂച്വൽ കൺസേൺ. മ്യൂച്വൽ ഫണ്ടാ മ്യൂച്വൽ കൺസേൺ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടണം. അർജുൻ പറയണ്ട. ഗെയിം ചേഞ്ചർ ആണ്. അതെ നോറ ദി ഗെയിം ചേഞ്ചർ. അർജുൻ നമ്മളെ പാടുന്നേ അവസരം ഇല്ലാണ്ടാക്കിയ ഔട്ടാക്കുള്ള സ്ട്രാറ്റജി ആയിരുന്നു. എനിക്ക് മനസ്സിലാവണ്ടേ ഇവന്റെ തോന്നി എന്താ എനിക്ക് മാച്ച് അല്ലേ എന്തുണ്ടോ ഇട്ടതാണോ മാച്ചിങ് ആയിട്ടാണ് അവ ഇടുമ്പോ തന്നെ ഫോക്കസ് ക്യാമറമാൻ
പിന്നല്ല അവന്റെ ഫോട്ടോ ഇന്നെ പുറത്താക്കി എന്നെ പുറത്ത് ഡീഗ്രേഡ് ചെയ്യും. എന്റെ ജീവിതം നശിപ്പിക്കും. എന്റെ മുടി ഞാൻ കൊണ്ടാവും. എന്നിട്ട് അത് ഏതോ മുട്ടന്റെ ഉള്ളിൽ അങ്ങനെ ചെയ്തിട്ട് അല്ല അങ്ങനെ ആരോ ചെയ്താണ് ഇവിടെ മുടി പോയിട്ട് പൂടി വെച്ച് നടക്കുന്നത്. അത് അത് രസമില്ല. എടേ അമൃതവേണി ഉപയോഗിക്കുക. നീ അമൃതവേണി ഉപയോഗിച്ചിട്ട് അങ്ങനെ അമൃതവേണി പ്രമോഷൻ കൊടുത്ത് നീ അതിന്റെ ബ്രാൻഡ് മോഡൽ ആവണ്ട. ഒരാൾക്ക് തണുക്കുന്നു, വിറക്കുന്നു, പനിക്കുന്നു പറഞ്ഞിട്ട് വിട്ടു. അപ്പാ നീനൊരു രോഗിയായിട്ടാണോ കാണുന്നത്? ഇരിക്കലാം. ഓ എനിക്ക് ഉണ്ടായിരുന്നു സോണിയ മിസ്. എനിക്കുണ്ടായിരുന്നു പൊളപ്പം പഠിപ്പിക്കുകയായിരുന്നു. പൊളപ്പം പഠിപ്പിക്കുകയായിരുന്നു. എനിക്കുണ്ടായിരുന്നു ഒരു സോണിയ മിസ്. ജയലക്ഷ്മി മിസ് ഉണ്ടായിരുന്നു. ആ ജയലക്ഷ്മി മിസ് ബയോളജി. നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. ഇതിന്റെ ഫോട്ടോ ഉണ്ട്. എന്റെ ഫോട്ടോയോ? അവിടെ ഉണ്ട്. ഇവിടെ വെക്കണോ? വേണ്ട വേണ്ട, താങ്ക്സ്. ഇവൻക്ക് എന്താ പ്രശ്നം? എന്തിന് നീ ഏത് ഇവൻ വെല്ലാണ്ടിന്റെ അവസരങ്ങൾ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഈവൻ കാഷ്വൽ ടോക്ക് പോലെ സംസാരിക്കാൻ അവനെ അനുവദിക്കുന്നില്ല. നീ നാളെ എനിക്ക് എതിരാളിയാന്ന് ഇപ്പോഴേ ഞാൻ എതിരാളിയാണല്ലോ. ഇപ്പോഴേ ആണല്ലോ. നീ എതിരാളിയാ. 8 കൈയും 16 കാലും ഒരു 8 കാലി. ഇന്നലെ മിനിക്കാതെ മുറി കയറി സ്ഥാനം പിടിച്ചിട്ട് ഇവിടെ വെക്കണോ? ഞാൻ എപ്പോഴും ഇവിടെ വരലുണ്ട് കേട്ടോ. അവളുടെ നെഞ്ചിൽ കൊണ്ടുവരാം. ഇവിടെ എപ്പോ വരില്ല. എപ്പോഴും ഇവിടെ വരുന്നത് നോറ അടുക്കളയിൽ വരുന്ന സമയത്ത് ഞാൻ കഴിക്കും. അതിൽ നിങ്ങൾ ഡോസ് കൂട്ടി എനിക്ക് തരാം. അത് നിങ്ങൾ തിന്നിട്ട് എന്റെ വയറിന് അടുത്ത ദിവസം പുതിയ ഫിസിക്കലി നീ പുറത്തേക്ക് പോകും. നോറ കഴിക്കണം. എന്റെ ആദ്യത്തെ എല്ലാ ഫുഡും നോറാണ്. ടെസ്റ്റർ കണ്ണപ്പി കണ്ണാപ്പി 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 നോറ. എന്നാലും ആ ആള് ഇവിടെ ഒന്നുമില്ല. ഞാൻ കുറിച്ചും വേറെ കാര്യം ഒരുമിച്ചും കാര്യം അതെ അപ്പൊ ആരായിട്ടാ ക്ലോസ്? ഞാനായിട്ട്. നീയാട്ടെ ക്ലോസ് ഇതെപ്പോ ആയതിനാൽ അതിനെന്താ എനിക്കെന്തായിനെ? അതിനെന്താ എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. പാടുന്നേ ഒക്കെ പോയി വെങ്ങാൻ പറഞ്ഞ അതിന് ഫോട്ടോ വെക്കണം. ഫോട്ടോ എന്റെ ഫോട്ടോ ഇവിടെ ഇല്ലാത്ത എന്റെ ഭാഗ്യം. ഞാൻ എടുത്തെറിയൽ എടുത്തിരുന്നു കാണണല്ലോ. ഇവിടെ ഇല്ലല്ലോ. അതിന്റെ കൈ ഞാൻ എന്താക്കി മോനെ മോനെ ആ ടോപ്പിക്ക് മാറ്റിട്ടോ. എനിക്ക് എന്ത് ടോപ്പിക്ക് സംസാരിക്കുന്നത് അതോ വന്നിട്ട് ക്ലിയർ ചെയ്യല്ലോ. നീ പറയണ നമ്മുടെ സത്യ എന്താ ഇതിന്റെ കൊച്ചിങ്ങനെ ഇരിക്കുന്നത്. നോറ ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും പറയില്ല ഞാൻ. അത് പറഞ്ഞത് പറഞ്ഞ ഞാൻ പോയി വരണോ? ഞാൻ പോയി സൗണ്ട് പറഞ്ഞേ. മൂത്രം ഒഴിച്ചിട്ട് വരാന്ന്. പോയിട്ട് വാ, പോയിട്ട് വാ. ഇല്ല 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 ഈ കളിച്ചോ. രാത്രി ആകുമ്പോ ലൈവ് ഇതൊക്കെ എന്തിനാ ചിരിക്കുന്നേ? വഴുത്ത ചിരി കണ്ടിട്ട് ഇനി ചിരിച്ചിട്ടാ ഞാൻ ചിരിക്കുന്നേ. ഓഹോ ഓഹോ എനിക്ക് വേണം. ഞാൻ അവിടെ നടന്ന് പോയി തിരിച്ചു. ഇല്ല വേണ്ട. അപ്പൊ രാത്രിക്ക് ഞാൻ വിളിച്ചില്ലേ ഇത് കഴിച്ചിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ടോ. ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യണവർക്ക്. നീല പറഞ്ഞ പോയിട്ട് വരാം. അത് ഓളോടല്ലേ എന്നോടല്ലോ. ഓള് പറഞ്ഞ് കേൾക്കണം. അങ്ങനെയല്ലോ. തലയിലെടുത്ത് നോക്കുമ്പോ ആലോചിക്കണായിരുന്നു. സെൽഫ് മാർക്കറ്റിംഗ് ഡിപ്ലോമ PG വേണം പറയാൻ. നിർത്തിയാണ്. ഇല്ലെടുത്ത് നെഞ്ചത്ത് മറ്റേ കുത്തിക്കേറ്റു. ഇല്ല എനിക്ക് അപ്പോഴും ഫോട്ടോ വെച്ചാൽ മതി. കാരണം ഓൻ എന്നെങ്ങനെ ഫോട്ടോ വെക്കാൻ സമ്മതിക്കില്ല ഞാൻ. നിനക്കെന്താ തോന്നുന്നത്? എന്നാ തോന്നണേ? നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നീ ചേഞ്ച് ചെയ്യാൻ പോവാളൂ. அது எப்படி எனக்கு அது கஷ்டம் மேபி தெரியல.
പാട്ടുമൂളിപ്പാടുവാൻ കൂടെ ഇന്ന് പോരുമോ നീ വിഴി തുറന്നു കാണുവാൻ കനവ് കണ്ടുറങ്ങുവാൻ വേഗമിങ്ങ് പോരുമോ നീ കാറ്റുപോലെ വന്നു ഞാൻ വീശിടുന്നു മൗനമായി തീറ്റിയുള്ളറിഞ്ഞുവോ നീ എന്നെ കാത്തിരിക്കുവാൻ എന്നും ഓവനിക്കുവാൻ എന്നും എന്റേതാകുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുവാ എന്റെ സ്വപ്നമാകുവാൻ ഒന്ന് കുഞ്ചിയാടുവാൻ ഒന്ന് പുഞ്ചിരിക്കുവാൻ എൻജോയ് ചെയ്യുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുവാ എന്റെ സ്വന്തമായി ഒന്ന് കുഞ്ചിയാടുവാൻ ഒന്ന് പുഞ്ചിരിക്കുവാൻ ഇതിന് അവസരം കിട്ടിയല്ലോ, സന്തോഷമായല്ലോ. അതാ എനിക്കത് ഇഷ്ടം. നിനക്കാ എനക്ക് മാത്രല്ല അർജുനാണ്. എന്നാ പിന്നെ നമുക്ക് മിണ്ടാതെ നിന്നു നീ എന്നെ നോക്കി മറിവില്ല മെല്ലെ ഒന്നു നീ തെളിഞ്ഞിടാം നിങ്ങൾക്ക് പ്രൈവസി വേണമാ? അർജുന എപ്പോ ഇറങ്ങും? എന്നും എന്റേതാകുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുവാ എന്റെ സ്വപ്നമാകുവാൻ ഒന്ന് കുഞ്ചിയാടുവാൻ എനിക്കതാ ഒന്ന് പുഞ്ചിരിക്കുവാൻ എൻജോയ് ചെയ്യുവാൻ ലൈഫ് താങ്ക് യു. എന്റെ സൗണ്ട് കേട്ടിട്ട് വെറുതെ തെറ്റിദ്ധരിച്ചു. അത് കേട്ടപ്പോ എനിക്ക് നല്ല സന്തോഷമായി. I was like dirty wine you girl on my mind what makes you not to get in my back my behind അർജുനെ വിളിക്കണം. എടാ എന്റെ ബോട്ടിലൊന്നും divine and I don't wanna waste my time rhyming line by line the way you talk make me higher heart melt ജാൻവി ചേച്ചി വന്നിട്ട് വിളിച്ചു എന്നെ എപ്പോ എപ്പോ വെളിയില്. ഇതിന് ഇவ்வளோ ഹൈറ്റാ തരും. വെളിയില് അപ്പൊ അതിന് വിളിക്കാൻ പറഞ്ഞു. ആ വേറെന്താ അർജുനെ? എന്റേതാണോ? എന്തടി എന്റെ ശ്രീതാണോ? എന്റെ നീ നോക്കണം എന്തിനാ? എന്റേതാണോ? ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ നിങ്ങളുണ്ടായില്ലേ? ഇത് എല്ലാ ദിവസവും അന്നോട്ട് ഞാൻ ഉള്ളപ്പോഴും അതിന് മുമ്പും ഇവിടെ വന്ന് ഗുഡ്നൈറ്റ് കണ്ടു എന്നെ കാത്തിരിക്കുവാൻ എന്നും ഓവനിക്കുവാൻ എന്നും എന്റേതാകുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുവാ എന്റെ സ്വപ്നമാകുവാൻ Yeah, we'll come. Please, fast. Will you come? വെള്ളം കൊടുത്തിട്ട്. What, Arjun? Power team, no? I'm coming. Please. It's very easy. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനല്ല. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ മനസ്സിലായില്ല.
അർജുൻ എനിക്കത് സംസാരിക്കണം. എടോ എനിക്ക് അർജുൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. കരയണേ നിങ്ങൾ കാര്യം പറയുന്നത് വിഷയം കരയണ എന്തിനാ? നീ ഒന്ന് പോയി ഉറങ്ങടാ. നീ ഓക്കെയാണോ? എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു എന്റെ കാര്യം ഓർത്തിട്ടാണ്, എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായോ? ഞാനത് ഫ്രീ ആയിട്ട് എടുക്കുന്നത്. എന്താ നമുക്കറിയാം, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. അതിനോർത്ത് ഇതാക്കണ്ട. നീ പറഞ്ഞാ പോവാ? നീ ഇറങ്ങി വരുമോ? കിടക്കും. കിടക്കുന്നില്ലേ? ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കൊന്നും പ്രശ്നമില്ല. കിടക്ക്, രാവിലെ സംസാരിക്കാം. ഉറക്കം വരണ്ടേ? ഈ ഉറക്കം പോലെ ഇപ്പൊ കിടക്ക്, രാവിലെ സംസാരിക്കാം. ഉറക്കം വരുന്നുണ്ട്. ഈ തലവേദന എടുക്കുന്നതുകൊണ്ട് പ്ലീസ് നാളെ സംസാരിക്കാം. രാവിലെ ഇപ്പൊ കിടന്നുറങ്ങുന്നു. നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ. അപ്പൊ വെളിയിൽ കൊണ്ടുവരാൻ പറഞ്ഞു വിളിച്ചിട്ട്. ആ ഫുൾ പ്രാങ്ക് നാളെ. അതാ നിങ്ങൾ പറഞ്ഞ ഋഷിയുടെ അടുത്ത് അവരുടെ അടുത്തല്ലേ? ആ അതന്നെ. ശ്രീതുവും ശരണിയും അർജുനും ചേർന്നിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ ഫോളോ ആക്കാൻ വേണ്ടി പോവാ. മാഡം ഞാൻ ഓൾറെഡി പറഞ്ഞു, നീ ഓവറൊന്നും അടിക്കണ്ട. വാ പ്ലീസ് കം ഫസ്റ്റ്. ഓവറാക്കി ചളവാക്കണ്ട, ഞാൻ പറഞ്ഞിപ്പ. ഞാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും നീ ഇങ്ങനെ നോക്കല്ലേ, ഈ കണ്ണാടി ഒടുക്കത്തൊക്കെ ഉണ്ടാവും. ഓവർ ചെയ്ത് ചളവാക്കാതെ. അർജുൻ ദൈവസെഞ്ച് ചിരിക്കണ്ട. അല്ല അക്ഷര ചേച്ചി കാണില്ലേ? ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ താമരയില്ലേ, താമരയുടെ പുറകിൽ ഉറങ്ങാൻ പറ്റും, കിടക്കാൻ പറ്റും, കയറി കിടക്കാം, സേഫാ. അവർ രാവിലെ എണീറ്റാൽ മതി. എന്തുവാ ഇനി അവളെ വിളിച്ചിട്ട് ഞാൻ കയറി വിളിക്കുന്നുണ്ട്, എന്നെ തപ്പി വന്നേക്കണം. ഇപ്പൊ ഇവര് 3 പേര് വരും. ബോട്ടലുണ്ട് ഇവിടെ. കയ്യില് കപ്പ് ചിരിച്ചാലും കുഴപ്പമില്ല.
ചിരിക്കല്ലേ കണ്ണുണ്ട്. ഓക്കെ ആണോ? കമ്മൺ കമ്മൺ ചിരി എടുക്കുന്നത് ഓടിക്കും ഓക്കെ ആണോ? ഓക്കെ പോ ഓടിക്കും സോറി ഉറങ്ങിയോ? ചിരി വരുന്നത് അവനകത്തല്ലേ അവൻ ഉറങ്ങി. അല്ല